ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഒരു ഹോളിവുഡിൽ നിന്നുള്ള ഒരു കുഞ്ഞ് സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഹേസ്റ്റ് പടം, ട്യൂണർ എന്നാണ് പടത്തിന്റെ പേര് വരുന്നത്. സംഭവം ഇപ്പോൾ ആക്ച്വലി ഡിജിറ്റലി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് കാണാതെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഭയങ്കര വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് എന്നാൽ പോലും ചെറിയ ആയിട്ടുള്ള കുഞ്ഞ് സിമ്പിൾ ഹമ്പിൾ ആയിട്ടൊരു പടം. ഒരു 1.5 മണിക്കൂർ വരുന്നൊരു പടമാണ്. ഇതിനകത്ത് നമ്മുടെ നായകൻ ആക്ച്വലി കാതിന് പ്രശ്നമുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് വലിയ ലൗഡായിട്ടുള്ള നോയ്സുകളും കാര്യങ്ങളൊന്നും പുള്ളിക്കാരന് അത്ര സുഖകരമുള്ള കാര്യമല്ല. ബട്ട് എന്നാൽ പോലും മൈന്യൂട്ടായിട്ടുള്ള വോയിസുകളെല്ലാം കേൾക്കാനും അത് വെച്ച് യൂസ് ചെയ്യാനും പുള്ളിക്കാരനുള്ളൊരു കഴിവുണ്ട്. ആ യൂസ് ചെയ്യാനുള്ള കഴിവ് എന്താണെന്ന് ഞാൻ പോകെ പറയാം. ഈ പുള്ളിക്കാരൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ പിയാനോ ഒക്കെ ട്യൂൺ ചെയ്യുന്ന ജോലിയാണ് പുള്ളിക്കാരന്. അപ്പം എന്താ പറയുക, മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ രസിച്ച് ആസ്വദിച്ച് പുള്ളിക്കാരനൊക്കെ ട്യൂൺ ചെയ്യാൻ പറ്റുന്നതാണ്. പുള്ളിക്കാരൻ്റെ ഈ ഒരു കഴിവ് വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ബാങ്ക് റോബറിക്ക് ഇറങ്ങി എങ്ങനെ ഉണ്ടാവും, ലോക്കറൊക്കെ തുറക്കാനും ലോക്കറൊക്കെ പൊട്ടിക്കാനും അങ്ങനെയുള്ള ഒരു പണിക്കിറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാധനമാണ് കാണിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല, നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഫ്ലാറ്റ് റേഷ്യോ സ്റ്റോറിയാണ്. ഫ്ലാറ്റ് റേഷ്യോ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻഗേജിങ്ങും ഭയങ്കര ത്രില്ലർ അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റും അങ്ങനെ പറഞ്ഞ സംഭവങ്ങളോ ഒന്നുമല്ല. നോർമലി പോകുന്ന ഒരു ഹേസ്റ്റ് പടമാണ്. ദെൻ അതിനോടൊപ്പം തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലവ് ട്രാക്ക് പോകുന്നുണ്ട്. 5-6 പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അവിടെ എന്ന് പറയുമ്പോൾ പാട്ടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ വരും ഇങ്ങനെ പോവുക, ആ ഒരു ടൈപ്പ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് റേഷ്യോ ആയിട്ട് പോകുന്ന ഒരു ഹേസ്റ്റ് സ്റ്റോറി. ദെൻ അതിനോടൊപ്പം പോകുന്ന ഒരു ചെറിയ ഒരു ലവ് സ്റ്റോറി. അങ്ങനെ പോകുന്നത് ഞാൻ പറയാം. പടം ഒരു എന്താ പറയുക, ഒരു 1 day വാച്ചബിൾ മൂവിയാണ്. പക്ഷെ പടത്തിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, അതായത് എനിക്ക് ഭയങ്കര കിടുക്കനായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് എഡിറ്റിംഗ് ആണ്, സിനിമാട്ടോഗ്രാഫി ആണ്, ഇതിൻ്റെ സൗണ്ടാണ്. എൻ്റെ മോനെ കിടുക്കനാണ്. പടം ഓരോ ഷോട്ട്സ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നല്ല കിടുക്കനായിട്ടാണ്. സിനിമാട്ടോഗ്രാഫി ആണെങ്കിലും പൊളിയാണ്. ഈ ലോക്കറിനകത്തുള്ള ഓരോ ക്ലിങ് ക്ലിങ് എന്നൊക്കെയുള്ള ശബ്ദങ്ങളാണെങ്കിൽ പോലും ഭയങ്കര രസമാണ്. നിങ്ങൾ ഈ പടം കാണുമ്പോൾ ആക്ച്വലി ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടൊക്കെ എല്ലാവരും കാണുന്നത്. ബട്ട് എന്നാൽ പോലും മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ബഹളങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വേറെ അൺവാണ്ടഡ് സൗണ്ടുകളൊന്നും ഇല്ലാത്തിടത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾ നല്ല കിടുക്കനായിട്ടിരുന്ന് കാണാമെന്നുണ്ടെങ്കിൽ നല്ല വെടിക്കെട്ടായിട്ട് നിങ്ങൾക്ക് ഈ പടത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എഡിറ്റർ ഗ്രെഗ് ഒ ബ്രൈൻറ്റ്, എൻ്റെ പൊന്നളിയ. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ എഡിറ്റർ. സിനിമാട്ടോഗ്രാഫി ലോവൽ എ മേയർ എന്ന് പറയുന്ന ഒരാളാണ്. സൂപ്പർ സിനിമാട്ടോഗ്രാഫി, കിടുക്കൻ എഡിറ്റിങ്. ഇത് ത്രില്ലർ ജോണർ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര ത്രില്ലറായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ത്രില്ലർ ജോണറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹേസ്റ്റ് ആണ് മെയിനായിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നായകന് ഈ ഒരു കാതിൻ്റെ ഈ ഒരു പ്രശ്നം, അതായത് ഈ ഒരു കഴിവ്, അതായത് ലൗഡായിട്ടുള്ള നോയ്സുകളൊന്നും പറ്റില്ല. ബട്ട് എന്നാൽ പോലും മൈന്യൂട്ടായിട്ടുള്ള നോയ്സുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ കേൾക്കാൻ പറ്റും. പുള്ളിക്കാരൻ ആ ഒരു ഇത് വെച്ചുകൊണ്ട് ലോക്കറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അതുമായിട്ട് പോകുന്നത് എന്നൊക്കെ കാണിച്ചിരുന്ന പടമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ജസ്റ്റ് കണ്ടു നോക്കുക. ഒരു 1.5 hour വരുന്നൊരു പടമാണ്. കുഞ്ഞു പടമാണ്, സിമ്പിൾ പടമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്തായാലും പടത്തിൻ്റെ പേര് മറക്കണ്ട, ട്യൂണർ എന്നാണ്. യെസ് അപ്പോൾ അത്രയേ ഉള്ളൂ.